ഇനി നോക്കാം കാർഷിക വാർത്തകൾ. തുടർച്ചയായ വിലയിടിവിന് ശേഷം കരുത്ത് തിരിച്ചുപിടിച്ച് കുരുമുളക്. ഏലവും റബ്ബറും നേട്ടത്തിലെത്തിയപ്പോൾ കൊക്കോ വില ഇടിഞ്ഞു. അനുകൂല കാലാവസ്ഥയിൽ റബ്ബർ ഉൽപാദനം ഉയർത്താനുള്ള കഠിന ശ്രമത്തിലാണ് കാർഷിക കേരളം. തെളിഞ്ഞ കാലാവസ്ഥയിൽ സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഉൽപാദകർ ടാപ്പിംഗ് ഉത്സാഹിച്ചെങ്കിലും കൊച്ചി, കോട്ടയം, മലബാർ മേഖലയിലെ വിപണികളിൽ ഷീറ്റും ലാറ്റക്സും കുറഞ്ഞ അളവിൽ മാത്രമാണ് വിൽപ്പനയ്ക്കെത്തുന്നത്. ടയർ നിർമ്മാതാക്കൾ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 187 രൂപയിലും 5ാം ഗ്രേഡ് 18,400 രൂപയിലും സ്റ്റഡിയിലാണ്. ലാറ്റക്സ് 119 രൂപയിലും വിപണനം നടന്നു. ബാങ്കോങ്ങിൽ ഷീറ്റ് വില 186 രൂപയാണ്. രാവിലെ ഉൽപാദക മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ ചരക്ക് വാങ്ങിക്കൂട്ടാൻ ഇടപാടുകാർ ഉത്സാഹിച്ചു. ക്രിസ്മസ് അടുത്തോടെ ചരക്ക് സംഭരണത്തിന് കയറ്റുമതിക്കാരും ആഭ്യന്തര വാങ്ങലുകാർ തിടുക്കം കാണിച്ചു. കുമളിയിൽ നടന്ന ലേലത്തിന് വന്ന 95,029 കിലോ ഏലക്ക പൂർണ്ണമായി വിറ്റഴിഞ്ഞു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വാങ്ങലുകാർ ഏലക്ക മൊത്തമായി ശേഖരിക്കുന്നത്. ശരാശരി ഇനങ്ങൾ കിലോ 2,460 രൂപയിലും മികച്ച ഇനങ്ങൾ കിലോ 2,759 രൂപയിലും കൈമാറി. കുരുമുളക് വിപണി തകർച്ചയിൽ നിന്നും തിരിച്ചുവരവ് കാഴ്ചവെച്ചു. ആഭ്യന്തര വാങ്ങലുകാർ ചരക്ക് സംഭരണത്തിനിറങ്ങിയ ആദ്യഘട്ടത്തിൽ ലഭ്യത ചുരുങ്ങിയതോടെ കിൻഡലിന് 200 രൂപ ഇന്ന് വർദ്ധിച്ച് അൺഗാർബിൾഡിന് 68,200 രൂപയായി. അന്താരാഷ്ട്ര വില ടണ്ണിന് $8,050. ആഗോള കൊക്കോ ഉൽപാദനം ഉയരുമെന്ന വിവരം രാജ്യാന്തര വിപണിയിൽ ഉൽപ്പന്ന വിലയെ തളർത്തി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വിളവ് മുൻ വർഷത്തെ അപേക്ഷിച്ച് വർദ്ധിപ്പിക്കുന്ന വിലയിരുത്തൽ പുറത്തുവന്നതോടെ കൊക്കോ അവധി വില 4% ഇടിഞ്ഞ് $5,878 താഴ്ന്നു. വിദേശത്തെ തളർച്ച നമ്മുടെ വിപണിയെ തൽക്കാലം ബാധിച്ചിട്ടില്ല. പുതിയ ചരക്ക് വരവിന് ഫെബ്രുവരി വരെ കാത്തിരിക്കേണ്ടതിനാൽ കിട്ടുന്നത് പരമാവധി വേഗത്തിൽ വ്യവസായികൾ ശേഖരിക്കുന്നുണ്ട്. കൊക്കോ പച്ചക്കായ കിലോ 90 രൂപ മുതൽ 100 രൂപയിലും കൊക്കോ പരിപ്പ് 400 രൂപയിലുമാണ് ഇടപാടുകൾ നടന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മണ്ഡലകാലത്തോടടുക്കുമ്പോഴും വിപണിയിൽ തേങ്ങയ്ക്ക് തീവില. നിലവിൽ 80-85 രൂപയാണ് കിലോ വില. ഗ്രാമങ്ങളിലും തെങ്ങുകൾക്ക് വ്യാപകമായി രോഗം ബാധിച്ചതോടെ ഏറെക്കാലമായി തേങ്ങയുടെ ഉൽപ്പാദനം താഴേക്കാണ്. മണ്ഡല മകരവിളക്ക് സീസൺ അടുത്തതോടെ തേങ്ങാവില പിടിച്ചു നിർത്താൻ വിപണി ഇടപെടൽ ആവശ്യമാണ്. തേങ്ങയ്ക്ക് ഡിമാൻഡ് ഏറുന്നതും ഈ കാലയളവിലാണ്. ഈ രീതി തുടർന്നാൽ വില 100 കടക്കുമോ എന്നാണ് ആശങ്ക. തേങ്ങയുടെ ചില്ലറ വില 82 ഉയർന്നെങ്കിലും സാധാരണ കർഷകർക്ക് മൊത്തക്കച്ചവടക്കാർ 55 രൂപയിൽ താഴെയേ നൽകുന്നുള്ളൂ. തേങ്ങയ്ക്കായി തമിഴ്നാടിനെയായിരുന്നു കൂടുതലായി ആശ്രയിച്ചിരുന്നത്. ഇവിടെ നിന്നുള്ള തേങ്ങയുടെ വരവ് കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം. തേങ്ങയുടെ വില വർധനവ് വെളിച്ചെണ്ണയിലും പ്രതിഫലിച്ചു തുടങ്ങി. 390 മുതൽ 440 രൂപയാണ് കിലോ വില. വരും ദിവസങ്ങളിൽ ഉയരുമെന്ന സൂചനയാണ് വ്യാപാരികൾ നൽകുന്നത്. തമിഴ്നാടൻ തേങ്ങയാണ് വ്യാപകമായി വിപണിയിലുള്ളത്. തൂക്കം കൂടുതലാണെങ്കിലും കാമ്പും രുചിയും കുറവാണ്. വേഗം കേടാകുമെന്നതിനാൽ കൂടുതൽ വാങ്ങാനും കഴിയാത്ത സാഹചര്യമാണ്. തെങ്ങ് കയറ്റുകൂലി വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാരണം ഉള്ള തേങ്ങ ഇടുന്നതിന് പോലും പലരും തയ്യാറാകുന്നില്ല. കൊപ്രക്ഷാമമാണ് വെളിച്ചെണ്ണ വില ഉയരാൻ കാരണം. കരിക്കിന് ഡിമാൻഡ് കൂടിയതും തേങ്ങാപ്പാൽ, തേങ്ങാപ്പൊടി, മറ്റു സൗന്ദര്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് തിരിഞ്ഞതും വില ഉയരാൻ ഇടയാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൈതച്ചക്ക വില കുത്തനെ ഇടിഞ്ഞു. ഒക്ടോബർ ആദ്യം 52 രൂപ വരെ വിലയുണ്ടായിരുന്നത് 26 രൂപയിലേക്കാണ് കൂപ്പുകുത്തിയത്. ഉൽപ്പാദനം വർദ്ധിച്ചതും മഴയുമാണ് കൈതച്ചക്കയുടെ വില ഇടിയാൻ കാരണമായത്. ഒക്ടോബർ ആദ്യവാരം സ്പെഷ്യൽ ഗ്രേഡ് വാഴക്കുളം പൈനാപ്പിളിന് വിപണിയിൽ 49 രൂപയും പഴുത്തതിന് 52 രൂപയും വില ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സ്പെഷ്യൽ ഗ്രേഡിന് 28 രൂപയും പച്ചയ്ക്ക് 26 രൂപയും പഴുത്തതിന് 28 രൂപയുമായി വില കുറഞ്ഞു. കഴിഞ്ഞ വർഷം നവംബറിൽ സ്പെഷ്യൽ ഗ്രേഡിന് 42 രൂപ, പച്ചയ്ക്ക് 40 രൂപ, പഴുത്തതിന് 44 രൂപ എന്നിങ്ങനെയായിരുന്നു വില. വരും ദിവസങ്ങളിൽ വില വീണ്ടും കുറയുമെന്നാണ് കർഷകരും വ്യാപാരികളും പറയുന്നത്. സാധാരണ ഉത്തരേന്ത്യയിൽ ഉത്സവകാലം വരുമ്പോൾ വില ഉയരുന്നതായിരുന്നു പതിവ്. രാജ്യത്തിന്റെ പല ഭാഗത്തും മഴയുടെ സാഹചര്യം നിലനിൽക്കുന്നതാണ് പെട്ടെന്ന് വില താഴേക്കു പോകാൻ കാരണം. കേരളത്തിൽ നിന്നുള്ള പൈനാപ്പിൾ കൂടുതലായും ഉത്തരേന്ത്യൻ വിപണിയിലാണ് വിറ്റഴിക്കുന്നത്. വിദേശത്തേക്കുള്ള കയറ്റുമതി കൂടുതലും ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. ഉൽപ്പാദനം വർദ്ധിക്കുന്നതിനനുസരിച്ച് വിദേശത്ത് കൂടുതൽ വിപണി കണ്ടെത്താൻ സാധിക്കാത്തത് തിരിച്ചടിയാണ്. കടുത്ത വേനലിൽ കഴിഞ്ഞ വർഷം വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അനുകൂല കാലാവസ്ഥയായിരുന്നതിനാൽ ഉൽപ്പാദനം നല്ല രീതിയിൽ ഉയർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാലവർഷത്തിനു പിന്നാലെ എത്തിയ ന്യൂനമർദ്ദം കാപ്പി കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഡിസംബറിൽ വിളവെടുക്കേണ്ട കാപ്പിക്കുരു നേരത്തെ പഴുത്തതോടെ പ്രതീക്ഷിച്ചതിലും നേരത്തെ വിളവെടുക്കേണ്ട സാഹചര്യത്തിലാണ് കർഷകർ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം പിൻവാങ്ങിയെങ്കിലും സംസ്ഥാനത്ത് മഴ ഒഴിഞ്ഞ ദിനങ്ങൾ കുറവായിരുന്നു. തുലാമഴ പെയ്യേണ്ട സമയത്ത് ന്യൂനമർദ്ദമുണ്ടായതോടെ ഒക്ടോബറിൽ മിക്ക ദിവസവും മഴ പെയ്തു. പകൽ മുഴുവൻ മഴ പെയ്ത് കാപ്പി കർഷകരെ പ്രതികൂലമായി ബാധിച്ചു. കാലാവസ്ഥ അനുകൂലമായതോടെ കാപ്പിക്കുരു പഴുക്കാൻ തുടങ്ങി. ഞെട്ടുചീഞ്ഞ് കാപ്പിക്കുരു വീഴാൻ തുടങ്ങിയതോടെയാണ് വിളവെടുക്കാൻ കർഷകർ നിർബന്ധിതരായത്. തുലാമാസത്തിൽ ഉച്ചവരെ വെയിലും വൈകിട്ട് മഴയുമുള്ള കാലാവസ്ഥ കാപ്പിക്കൃഷിക്ക് അനുകൂലമായിരുന്നു. എന്നാൽ തുലാമഴ കൃത്യമായി ലഭിച്ചില്ല.
അപ്രതീക്ഷിതമായി വെയിലും മഴയും മാറി മാറി വരുന്നതോടെ കാപ്പിക്കുരുവിന്റെ നിറം മാറുകയാണ്. ഒരു ചെടിയിൽ തന്നെ പഴുത്തും ഉണങ്ങിയും പച്ചയ്ക്കും കായ്കൾ നിൽക്കുകയാണ്. ഇത് പലപ്പോഴായി പറിച്ചെടുക്കേണ്ട അവസ്ഥയാണ്. 124 കിലോ കാപ്പിക്കുരു ഉണക്കിയാൽ 54 കിലോ കിട്ടേണ്ടതാണ്. നിലവിൽ അത് 50 കിലോയായി കുറയും. മഴ എപ്പോൾ പെയ്യുമെന്ന് നിശ്ചയമില്ലാത്തതിനാൽ വിളവെടുത്ത കാപ്പി വെയിലിൽ ഉണക്കിയെടുക്കാനും പറ്റുന്നില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 187, RSS 5 182, ലാറ്റക്സ് 125, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 70,200, കുരുമുളക് അൺഗാർബിൾ 68,200, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 35,700, കൊപ്ര 22,050, ചുക്ക് 24,000.